ഈ യു പി സ്കൂളൊക്കെ പഠിക്കുന്ന സമയത്തേ ക്രിക്കറ്റായിരുന്നു നമ്മളെ മെയിൻ ഐറ്റം. കാരണം നമ്മളെ രാജ്യം അതിനാണല്ലോ മുൻപന്തിയിൽ. USS എക്സാം വരെ മാച്ച് കാരണം ഒഴിവാക്കിയിട്ടുണ്ട്, അതായത് ക്രിക്കറ്റ് മാച്ച് കാരണം. അങ്ങനെ ഇരിക്കുകയാണ് 7ാം ക്ലാസ്സിലൊരു പാഠം. അതായത് ഈ കേടുവന്ന തുണിയൊക്കെ ഒരു ബോൾ പോലെ കെട്ടിയുണ്ടാക്കിയിട്ട് ചളിവെള്ളത്തിൽ മുക്കിയിട്ട് അതിനെ ഉറപ്പ് വരുത്തിയിട്ട് അത് തട്ടി ഫുട്ബോൾ കളിച്ച് പഠിച്ച ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനായ ഒരു പയ്യൻ്റെ കഥ, ഒരു ചെറിയ കുട്ടിയുടെ കഥ നമ്മൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. അന്ന് മുതലാണ് ആ ആളോടും ആ ആൾ നയിക്കുന്ന ടീമിനോടും ഒരു ഇഷ്ടം തോന്നി തുടങ്ങി. അങ്ങനെയാണ് ഫുട്ബോളിനോട് ഒരു താല്പര്യം വന്നത്. ആളുടെ പേര് എഡ്സൺ അരാൻഡസ് ദോ നാസിമെൻറ്റോ എന്നായിരുന്നു. അങ്ങനെ പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. പെലെ എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയും, ദ കിങ് ഓഫ് ഫുട്ബോൾ. ഒളിമ്പിക്സ് കമ്മിറ്റി നൂറ്റാണ്ടിൻ്റെ അത്ലറ്റ് എന്ന ബഹുമതി നൽകി ആദരിച്ച വ്യക്തി. ഇന്നും ഫുട്ബോളിൽ 7ലധികം റെക്കോർഡുകൾ തകർക്കപ്പെടാതുള്ള ഒരു വ്യക്തി. ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഏറ്റവും കൂടുതൽ ഹാട്രിക്ക് നേടിയെന്നുള്ള വ്യക്തി. ഇന്നേ വരെ തിരുത്തപ്പെടാത്ത സംഗതി. അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ ആ മനുഷ്യൻ്റെ ടീമിനെക്കുറിച്ച് അന്നാണ് പഠിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും. ആ ഇഷ്ടം ഇന്നും തുടരാണ്. ഒരുപാട് മികച്ച കളിക്കാരുണ്ട് എന്ന് പറഞ്ഞാലും പെലേന്ന് തുടങ്ങി കക്ക, റൊണാൾഡോ ആ ബൈക്കൊക്കെ ഇങ്ങനെ വന്നിട്ട് ഇന്നും ആ ഒരു ഡാൻസീവ് ഫുട്ബോൾ ഉള്ളത്, ആ ഒരു ഫുട്ബോളിൻ്റെ നൃത്ത സൗന്ദര്യം ഉള്ളത് നെയ്മറിൻ്റെ കാലിലാണ്. ആരെന്തൊക്കെ പറഞ്ഞാലും ആ ഒരു സാമ്പാ നൃത്ത ചുവടുകളുള്ള ഒരു ബ്രസീലിയൻ ഫുട്ബോൾ ഉണ്ടല്ലോ, അതിനെ വിട്ടിട്ട് ഒരു കളി നമുക്കില്ല. പിന്നെ ഇത് വല്യാപ്പാര കാല കഥ അല്ലേ? അന്ന് നിങ്ങളെ വല്യാപ്പാരൊക്കെ ഉണ്ടായിരുന്നല്ലോ, അവരെന്തായി ചെയ്തിരുന്നത്? ഇനിയിപ്പോൾ ഈ ഒരു വേൾഡ് കപ്പ് നടന്നുകൊടുക്കുമ്പോൾ ഇതിലൊരു കപ്പ് കിട്ടിയില്ല എന്ന് തന്നെ വെക്കുക. 5 ഞങ്ങളുടെ ഷെൽഫിലുണ്ട്, അതും കളർ TV വന്നേരം അടിച്ചത് അടുക്കം. ഓക്കെ, അതുകൊണ്ട് ഞങ്ങൾക്ക് ബേജാറില്ല. ഈ ഒരു സൗന്ദര്യം ഉണ്ടല്ലോ, ഫുട്ബോളിൻ്റെ സൗന്ദര്യം, അത് ഞങ്ങളുടെ നാടിൻ്റെ ടീം അവിടെ എത്തുന്നത് വരെ ഞങ്ങൾ ആസ്വദിക്കും, പിന്തുണയ്ക്കും, അതിൻ്റെ പിന്നാലെ തന്നെ ഉണ്ടാവും. വിവ ബ്രസീൽ.